നന്മക്ക് സഹായം ഉണ്ടാവില്ല, താല്പര്യങ്ങൾക്ക് സഹായങ്ങൾ ഉണ്ടാവില്ല. ഞാൻ 2 വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗമധ്യേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രഭാഷണങ്ങളിൽ വഹാബിയത്ത് അധികരിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുന്നവർ സ്വാഭാവികമായി വഹാബിയത്തിലേക്ക് വീണുപോവുകയും ചെയ്യുന്നുണ്ട് എന്ന രൂപത്തിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അന്ന് കേരളത്തിലെ സുന്നി സംഘടനകളിൽപ്പെട്ട നേതാക്കന്മാരും ഉന്നതന്മാരും മുഴുവനും എന്നെ വിമർശിക്കുകയും ഒരു വലിയ കോലാഹലം കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തു. എൻ്റെ ഭാഷയിൽ വന്ന അബദ്ധങ്ങളൊക്കെ ഞാൻ മാപ്പ് പറഞ്ഞു. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. അബദ്ധങ്ങൾ തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞു പോയി. ഈ കഴിഞ്ഞ അങ്ങനെ വലിയ വലിയ ഉന്നതന്മാരായ സുന്നി നേതാക്കന്മാർ പലരും എന്നെ ആക്ഷേപിച്ചു. ഭയങ്കര മോശമായിപ്പോയി. അദ്ദേഹത്തിൻ്റെ ശംസുല്ലമ പോലും അദ്ദേഹത്തെ പ്രശംസിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തോളിൽ ശംസുല്ലമ പിടിച്ച് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞു. വലിയ വലിയ പ്രഭാഷണങ്ങൾ നടത്തി. അതൊക്കെ പരിശോധിച്ചാൽ ഇപ്പോഴും കിട്ടും. ഞാൻ എൻ്റെ ഒന്നും പിന്നാലെ ഓടല്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അതൊന്നുമല്ല. അതിനുശേഷം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിൽ ഈ പറയപ്പെട്ട വ്യക്തി പൊന്നാനിയിൽ മത്സരിച്ചു. അപ്പോൾ സുന്നി നേതാക്കന്മാരിൽപ്പെട്ട പല ആളുകളും എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങളാ പറഞ്ഞത് നേരാ, അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു പ്രസംഗം നടത്തണം. ഞാൻ പറഞ്ഞേ അത് കഴിഞ്ഞു, ഞാൻ പറയില്ല. എനിക്ക് അയാളെ തോൽപ്പിക്കണമെന്ന് ലക്ഷ്യം ഇല്ല. തെരഞ്ഞെടുപ്പ് തോൽപ്പിക്കാൻ എൻ്റെ ലക്ഷ്യമില്ല. എൻ്റെ ലക്ഷ്യം ജനങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക എന്ന് മാത്രമാണ്. ഈ പറയുന്ന നേതാക്കന്മാർ ഇത് വലിയ ലക്ഷ്യം പല വട്ടം എൻ്റെ അടുത്ത് വന്നു എന്ന് മാത്രമല്ല, എത്ര വട്ടമാണ് ഇവൻ എനിക്ക് ഫോൺ ചെയ്ത് എനിക്ക് കയ്യും കണക്കുമില്ല. എന്താണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയൂ. എന്താ ലക്ഷ്യം? ഇവരുടെ ലക്ഷ്യം ദീനല്ല, ജനങ്ങളെ നിസ്സാരപ്പെടുത്തൽ മാത്രമാണ്. ഞാനൊരു വാക്ക് മിണ്ടിയില്ല. എന്തുകൊണ്ട്? അയാൾ പാർലമെൻറ്റിൽ പോകുന്നതെന്ന് എനിക്കെന്താ ഇഷ്ടം? ഇനിയിപ്പോൾ വലിയ മൗലൂദ് ഓതുന്ന സുന്നി പോയാലും അതന്നെയല്ലേ ചെയ്യാള്. സുന്നിക്ക് പാർലമെൻറ്റ് പോയ മൗലൂദ് ഓതാണ്ടോ? അപ്പം എന്താ അവരുടെ ലക്ഷ്യം? നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ടാണ് ഈ കൂട്ടായ്മയിലൊന്നും ഹൈറില്ല. എല്ലാവരും ലക്ഷ്യം സ്വതാല്പര്യങ്ങളാണ്. അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. കേൾക്കാൻ സുഖമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇത് സത്യമാണ്. നട്ടപ്പാതിരൊക്കെ പലരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്. നിങ്ങൾ അയാൾക്കെതിരെ പ്രസംഗിക്കണം. എന്തുകൊണ്ട്? അയാളെ തോൽപ്പിക്കൽ. എനിക്കെന്താ കാര്യം? ഒരാൾ നന്മ പറയാൻ വേണ്ടി പാർലമെൻറ്റിൽ എത്തിയല്ല നല്ലത്. അൽഹംദുലില്ലാഹ്, നല്ലതല്ലേ. എന്താ പ്രശ്നം? കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പൊ താല്പര്യങ്ങൾ മനസ്സിലായില്ലേ? അതേ സമയത്ത് ഇത് ചെയ്ത സമയത്തോ ആരും സഹായം ഉണ്ടാവില്ല. ഒരു പന്നി കിണറ്റി ചാടിയാൽ നാട്ടുകാർ മുഴുവൻ വന്നിട്ട് അതിനെ കല്ലെറിയും. നമ്മളെ പൂള കുത്തിയതാണ്, നമ്മളെ നടുതലക്കെ നാശാക്കിയതാണ്. എങ്ങനെ പറയും എല്ലാവരും? പിന്നെ ആ നാട്ടിലുള്ള എല്ലാ പൂളിയും വായും നടുതലക്കെ നാശാക്കിയത് ഈവനാണ്. എല്ലാവരും കിണറ്റിൻ്റെ കാര്യം ഏറോടേറോ നടുതലക്കെ കുത്തിയോരും അതൊക്കെ വേറെ ഏതോ വന്നേരിക്കും. എന്നാലും ഇതിനാണ് അറിയാം. ഇപ്പൻ തന്നെയാണ് അതന്നെയാണ്. ആരെങ്കിലും വീട് കിട്ടിയാൽ ഓനെ ശരിയാക്കുക എന്നുള്ള എല്ലാവരും ലക്ഷ്യമാണ്. അപ്പം നന്മക്ക് സഹായികൾ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ ഇപ്പോഴും ഉറച്ചു നിൽക്കണം. അത് സത്യമാണ്. അതിൽ യാതൊരു സംശയമില്ല. എനിക്ക് രാഷ്ട്രീയ താല്പര്യമില്ല. മനസ്സിലാക്കാൻ നേരം വൈകി, അതേ പ്രശ്നം. അപ്പം ഇന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഒരു നന്മക്ക് സഹായികൾ ഉണ്ടാകൂല. ഇപ്പം സംഘടനകൾ തീരുമാനിച്ച നന്മക്ക് സംഘടനക്കാരുണ്ടാവും എന്ന് അത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നന്മ പറഞ്ഞു നോക്കി ഒരു സംഘടന പ്രവർത്തകനോട്. അപ്പോൾ പറയും നമ്മളെ സംഘടന എന്താ പറയണമെന്ന് നോക്കട്ടെ, അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നന്മക്ക് സഹകരിക്കൂല. ആര് പറയണം? സംഘടന പറയണം. പഴയ കാലത്ത് ഈ പീഡിയൻ്റെ അവിടെ മേശം എഴുതി വെക്കും. അസോസിയേഷൻ അനുവദിക്കാത്ത സംഭാവനകൾ നൽകുന്നതല്ല. ഇതന്നെയാണ് ഇന്നത്തെ അവസ്ഥ. അസോസിയേഷൻ പറഞ്ഞാൽ ആ നന്മക്ക് ഉണ്ടാവും, പിന്നെ ഉണ്ടാവില്ല. അപ്പം നന്മക്ക് സഹായി ഇല്ല. പണ്ടങ്ങനെയല്ല. എന്നിട്ട് ഹബീബ് നബി പറയാം, സത്തജിദൂന അഅ്വാനൻ, നിങ്ങൾ നന്മക്ക് സഹായികളെ കിട്ടുന്ന ഫിൽ ഖൈരി തജിദൂന. എന്തുണ്ട്?
മറ്റോ കുത്തിത്തിരിപ്പാൻ പോകും. ഇഞ്ചി പറയണ ഏത് നന്മകൾക്ക് കുത്തിത്തിരിപ്പായിട്ട് പോകുന്നു. അപ്പം എന്നതുപോലെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പം എന്ന് ഈ ഹദീത്ത് ഒരു തുർമദിയിലുണ്ട്, അബൂദാവൂദിലുണ്ട്, ഒരുപാട് സ്ഥലത്തുണ്ട് ഈ ഹദീത്ത്.